മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായ മുഹറം ആചരിക്കുന്ന ഒരു കൂട്ടം ബ്രാഹ്മണരുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ തന്നെ എന്തൊരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ? ഇത് പക്ഷേ പുതിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു അസാധാരണമായ വിശ്വാസത്തിന്റെ കഥയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൗതുകം നിറഞ്ഞ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു ബ്രാഹ്മണന് ഒരു മുസ്ലിം ഇമാമിനു വേണ്ടി വിലപിക്കാൻ കഴിയുന്നത്? ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളെ അവിശ്വസനീയമായ ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: ഹുസൈനി ബ്രാഹ്മണർ. കേട്ടിട്ടുണ്ടോ ഈ പേര്? പാതി ഹിന്ദുവും പാതി മുസൽമാനുമായ തികച്ചും സവിശേഷമായ ഒരു സമൂഹം. അപ്പോൾ ആരാണ് ഈ ഹുസൈനി ബ്രാഹ്മണർ? എങ്ങനെയാണ് ഹിന്ദു ഇസ്ലാം എന്ന നമ്മൾ രണ്ട് ധ്രുവങ്ങളിൽ കാണുന്ന ഈ രണ്ട് വ്യത്യസ്ത ലോകങ്ങളെ അവർ ഇങ്ങനെ ഒരുമിപ്പിക്കുന്നത്? ശരി, നമുക്കതൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. സംഭവം ഇത്രയുള്ളൂ. ഇവർ ഹിന്ദുക്കളാണ്, മോഹിൽ ബ്രാഹ്മണ സമൂഹത്തിലെ ഒരു ഉപവിഭാഗം. പക്ഷെ അതോടൊപ്പം തന്നെ മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഇമാം ഹുസൈനോട് അവർക്ക് അത്രയേറെ ആഴത്തിലുള്ള ഒരു ആരാധനയുണ്ട്. അതായത് ഒരേ സമയം രണ്ട് വിശ്വാസങ്ങളെയും സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹം. ഇവരുടെ ആചാരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് ഈ രണ്ട് ലോകങ്ങളുടെയും ഒരു അത്ഭുതകരമായ കൂടിച്ചേരൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കൂ, അവർ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നു. അതേസമയം അവരുടെ പൂജാമുറികളിൽ ഇമാം ഹുസൈന്റെ പതാകയായ ആലം ഭക്തിയോടെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അവർ വൈദിക പാരമ്പര്യങ്ങളൊക്കെ അതേപടി പിന്തുടരുന്നു. എന്നാൽ മുഹറം മാസത്തിൽ ഇമാം ഹുസൈന്റെ ഓർമ്മയ്ക്കായി വിലാപകാവ്യങ്ങൾ ചൊല്ലി ദുഃഖമാചരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ട്? ഈ അസാധാരണമായ ബന്ധത്തിന്റെ വേരുകൾ എവിടെയാണ്? എവിടെ നിന്നാണ് ഇങ്ങനെയൊരു തുടക്കം? ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകണം. ഏതാണ്ട് 1300-ലധികം വർഷം പിന്നോട്ട്, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ കർബല യുദ്ധഭൂമിയിലേക്ക് നമ്മളൊരു യാത്ര ചെയ്യണം. ഓക്കേ, നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോകാം. വർഷം 680 AD. റഹാബ് സിദ്ദത്ത് എന്ന ഒരു മോഹിയൽ ബ്രാഹ്മണ പ്രമുഖൻ ഇന്നത്തെ ഇറാഖിലെ ബാഗ്ദാദിനടുത്ത് ഇന്ത്യൻ ക്വാർട്ടർ എന്നറിയപ്പെടുന്ന ഒരിടത്ത് ഒരു വലിയ ഇന്ത്യൻ സമൂഹത്തെ നയിച്ചു ജീവിക്കുകയായിരുന്നു. അതേ വർഷം ഒക്ടോബർ 10-നാണ് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച കർബല യുദ്ധം നടക്കുന്നത്. തലമുറകളായി അവർ കൈമാറി വരുന്ന ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്: യസീദിന്റെ വലിയ സൈന്യത്തിനെതിരെ പോരാടാൻ ഇമാം ഹുസൈൻ സഹായം അഭ്യർത്ഥിച്ചു. ഈ അഭ്യർത്ഥന റഹാബ് ദത്തിന്റെ അടുത്തെത്തി. അദ്ദേഹം അത് സ്വീകരിച്ച് തന്റെ പുത്രന്മാരുമായി ഇമാം ഹുസൈന്റെ പക്ഷത്ത് ചേർന്നു. ആ അതിഭീകരമായ യുദ്ധത്തിൽ ദത്തിന്റെ 7 പുത്രന്മാർ വീരമൃത്യു വരിച്ചു. അവരുടെ ഈ വലിയ ത്യാഗത്തെ ആദരിച്ചുകൊണ്ടാണ് ഇമാം ഹുസൈന്റെ കുടുംബം അവർക്ക് ഹുസൈനി ബ്രാഹ്മണർ എന്ന ആ പേര് നൽകിയത്. ഇതൊരു ശക്തമായ ഇതിഹാസം തന്നെയാണ്. എന്നാൽ ഏതൊരു ഇതിഹാസത്തെയും പോലെ ഇതിനും 2 വശങ്ങളുണ്ട്. ഒന്ന്, ആ സമൂഹത്തിന്റെ അടിയുറച്ച വിശ്വാസം. 2, ചരിത്രകാരന്മാർ ഇതിനെപ്പറ്റി എന്തു പറയുന്നു എന്നത്. നമുക്ക് ആ 2 വശങ്ങളും ഒന്ന് പരിശോധിക്കാം. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർവികരുടെ ആ ത്യാഗം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിൽ അവർ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ചിലർ വിശ്വസിക്കുന്നത് ഇമാം ഹുസൈൻ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശിരസ് ശത്രുക്കളിൽ നിന്ന് വീണ്ടെടുത്തത് തങ്ങളുടെ പൂർവികരാണെന്നാണ്. അവർക്ക് ഈ യുദ്ധം വെറുമൊരു അധികാര വടംവലിയല്ല, മറിച്ച് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. അതിൽ തങ്ങളുടെ പൂർവികർ നന്മയുടെ പക്ഷത്തായിരുന്നു. എന്നാൽ നമ്മൾ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. അന്നത്തെ പ്രധാന ഇസ്ലാമിക ചരിത്രരേഖകളിലൊന്നും റഹാബ് ദത്തിനെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ചോ നേരിട്ടുള്ള പരാമർശങ്ങളില്ല. പക്ഷേ ഒരു കാര്യം ചരിത്രകാരന്മാർ സമ്മതിക്കുന്നുണ്ട്: അക്കാലത്ത് ഇറാഖിൽ ഒരു വലിയ ഇന്ത്യൻ സമൂഹം ഉണ്ടായിരുന്നുവെന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ന്യായമെന്നു തോന്നിയ ഒരു പോരാട്ടത്തിൽ ചില ഇന്ത്യക്കാർ പങ്കുചേർന്നിരിക്കാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നുമില്ല. അപ്പോൾ നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ സവിശേഷ സമൂഹം എവിടെയാണ്? അവരുടെ ആ പൈതൃകം ഇന്നും ജീവനോടെയുണ്ടോ? ഉണ്ട്, തീർച്ചയായുമുണ്ട്. ഇന്ത്യയുടെ വിഭജനത്തിനു ശേഷം ലാഹോറിൽ നിന്നും മറ്റും ഒരുപാട് പേർ ഇന്ത്യയിലേക്ക് കുടിയേറി. ഇന്ന് നോക്കിയാൽ പൂനെ, ഡൽഹി, ചണ്ഡീഗഡ്, ജമ്മു എന്നിവിടങ്ങളിലും പാകിസ്ഥാനിലെ സിന്ധ്, ലാഹോർ പ്രവിശ്യകളിലുമൊക്കെ ഇവരുടെ സമൂഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ബോളിവുഡിലെ ഇതിഹാസ താരമായ സുനിൽ ദത്തും അദ്ദേഹത്തിന്റെ മകൻ സഞ്ജയ് ദത്തും ഈ ഹുസൈനി ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരാണ്. അതെ, ഈ പാരമ്പര്യം നമുക്കിടയിൽ തന്നെയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണിത്. അപ്പോൾ ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ അവിശ്വസനീയമായ കഥയ്ക്ക് ഇന്നത്തെ ലോകത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? മതപരമായ വേർതിരിവുകളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ഈ കാലത്ത് ഈ പൈതൃകം നമ്മോടെന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഇവരുടെ ഈ സവിശേഷമായ വ്യക്തിത്വത്തെ ഒരു പഴയ ചൊല്ല് വളരെ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. അതിങ്ങനെയാണ്: വാഹദത്ത് സുൽത്താൻ, ഹിന്ദു കാ ധർം, മുസൽമാൻ കാ ഈമാൻ. അതിന്റെ അർത്ഥം
ദത്ത് സുൽത്താന് മഹത്വം എന്നാണ്. അദ്ദേഹം കർമ്മം കൊണ്ട് ഹിന്ദുവാണ്, എന്നാൽ വിശ്വാസം അഥവാ ഈമാൻ കൊണ്ട് മുസ്ലിം. അതായത് ഒരേ സമയം പാതി ഹിന്ദു പാതി മുസ്ലിം. ഇതിലും ഭംഗിയായി ഇവരെങ്ങനെ നിർവചിക്കാനാണ്? അവസാനം ഹുസൈനി ബ്രാഹ്മണരുടെ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ കർശനമായ അതിർവരമ്പുകളിലൊന്നും ഒതുങ്ങാത്ത പങ്കുവയ്ക്കപ്പെട്ട ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. സങ്കരമായ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും ശക്തമായ ഒരു സാക്ഷ്യപത്രമാണിത്. അപ്പോ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ ലോകം പലപ്പോഴും വിഭജിക്കപ്പെടുമ്പോൾ ത്യാഗത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും 1300 വർഷം പഴക്കമുള്ള ഈയൊരു ഐക്യത്തിന്റെ കഥയ്ക്ക് നമ്മെ എന്താണ് പഠിപ്പിക്കാനാവുക? ഒന്ന് ആലോചിച്ചു നോക്കൂ.